ഏറ്റവും മികച്ച രൂപത്തിൽ വീഡിയോ ചെയ്യാൻ, വീഡിയോന്റെ ആ ഒരു പേടി മാറ്റി വീഡിയോ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ ഏറ്റവും മികച്ച ക്യാമറ കോൺഫിഡൻസ് ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യാൻ? പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ക്യാമറയിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ക്യാമറ കോൺഫിഡൻസ് എന്തിനാണ്? ക്യാമറ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടേതായ ഏരിയയെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച്, നിങ്ങളുടെ സംരംഭത്തെ കുറിച്ച്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായി ഏറ്റവും നല്ല രൂപത്തിൽ വീഡിയോയിലൂടെ കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ. വീഡിയോയിലൂടെ കണ്ടന്റ് ഡെലിവറി ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം. വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പൊ നമുക്ക് നല്ല ക്യാമറയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയണം. ക്യാമറയുടെ മുമ്പിൽ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയണം. ഏറ്റവും നല്ല രൂപത്തിൽ ക്യാമറയെ അഡ്രസ് ചെയ്യാൻ കഴിയണം. ഇതിന് ആദ്യം ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് യുവർ വൈ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വൈ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ എന്തിനാണ് ആയിരിക്കുന്നത്? നിങ്ങൾ എന്താണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ? നിങ്ങളുടെ പർപ്പസ് എന്താണ് ഈ വീഡിയോ ചെയ്യാൻ? അതായത് ഒരു വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ആയിട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏരിയ ഏതാണ്? എന്തിനാണ് നമ്മൾ അവരുമായി ഈ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളിത് സംസാരിക്കുന്നത്? അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയണം. എന്താണ് ഇമോഷണലി കണക്ട് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു സൊല്യൂഷൻസ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അവരെ ഇമോഷണലി കണക്ട് ചെയ്യാം. അതാണ് ഇമോഷണലി കണക്ട് ചെയ്യുക. കസ്റ്റമർ ഇന്നൊരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇന്നൊരു സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന് കൃത്യമായ ഒരു സൊല്യൂഷൻ നമ്മൾ അവതരിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ കസ്റ്റമർ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യും. അപ്പൊ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കസ്റ്റമറുടെ ഇമോഷണലി കസ്റ്റമറെ കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ എന്ത് വിഷയമാണ് സംസാരിക്കുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായ ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമായ ധാരണ ഉണ്ടാവണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടാവണം. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ കസ്റ്റമർ അനുഭവിക്കുന്ന ഒരു പ്രശ്നവുമായി നിങ്ങൾക്ക് അവരെ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയണം. രണ്ടാമത്തെ കാര്യം എന്താ? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിയാം, കസ്റ്റമറെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാനും നമുക്കറിയാം. എങ്ങനെയാണ്, ഏത് പെയിൻ പോയിന്റിലാണ് പിടിക്കേണ്ടത്, ഏത് പെയിൻ പോയിന്റ് ആണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പെയിൻ പോയിന്റിനെയാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ അറിയുമ്പോഴും രണ്ടാമത്തെ കാര്യം എന്താ? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്ത് കസ്റ്റമേഴ്സുമായി വീഡിയോയിലൂടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളും ആദ്യത്തെ വീഡിയോയിലൂടെ പെർഫെക്റ്റ് വീഡിയോ ചെയ്യുന്ന ആളായിട്ട് പോയി. ഒരു പക്ഷെ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് ഒരു പക്ഷെ വർഷങ്ങൾ നീണ്ട കാലയളവിനകത്ത് എൻ്റെ ഓഡിയൻസുമായും, എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സുമായും, എൻ്റെ കൊലീഗ്സുമായും, എൻ്റെ സബോർഡിനേറ്റ്സുമായും ഒക്കെ ഞാൻ പല തരത്തിൽ ഓഫ്ലൈനായും ഓൺലൈനായും പല മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ കസ്റ്റമേഴ്സുമായി സംസാരിക്കണമെങ്കിൽ ആദ്യമായി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോക്ക് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചു, പ്രശ്നമൊക്കെ അറിയാം. പക്ഷെ സംസാരിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും, ചിലപ്പോൾ മറന്നുപോകും, ചിലപ്പോൾ ടെൻസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നതാണ്. നിരന്തരമായ പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആവും എന്ന് കരുതി ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം ആരും കാണാതെ പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ വീഡിയോ, ആദ്യം ചെയ്യുന്ന വീഡിയോ ഒക്കെ ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള വഴി എന്താ? പ്രാക്ടീസ് ചെയ്യാനുള്ള വഴി നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സുമായി, നമ്മളുടെ സ്റ്റാഫുമായി, നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരുമായി, ഫ്രണ്ട്സുമായി ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങാം.
വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. ഇനി മുതൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും ഫൈനലി നമുക്ക് വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീഡിയോയിലൂടെ കണ്ടന്റ് ഡെലിവർ ചെയ്ത് വരണം. അങ്ങനെ ആവണം. നമുക്ക് നല്ലൊരു ഡിജിറ്റൽ ലീഡർ എന്നാലേ ആവാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ആവാൻ കഴിയും തുടക്കത്തിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ്, ഇങ്ങനെയുള്ള അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ തൊട്ട് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമറൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ സംസാരിച്ചു തുടങ്ങാം. വീഡിയോയിലൂടെ സംസാരിക്കുക എങ്ങനെയാ? ഇപ്പൊ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിക്കേഷൻസും ഇപ്പൊ പ്രധാനമായും നടക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് വാട്സപ്പാണ്, അല്ലെ? വാട്സപ്പാണ്. അപ്പൊ കസ്റ്റമറൊക്കെ നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് അയച്ച് ചോദിക്കും, അല്ലെങ്കിൽ വോയിസ് അയച്ച് ചോദിക്കും, ഇതെന്താണ്, ഇതിന്റെ പ്രൈസ് എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അവർക്ക് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ മറുപടി കൊടുക്കും. നമ്മൾ അതങ്ങ് ഇനി വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും മറുപടി കൊടുക്കില്ല. കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ചോദിക്കില്ല. പകരം നമ്മൾ വീഡിയോയിലൂടെ നമ്മളുടെ ചാറ്റ് ബട്ടൺ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബട്ടണിനകത്ത് അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു ചെറിയ സർക്കിള് രൂപപ്പെടും, ഒരു റൗണ്ട് അല്ലെ ഒരു വൃത്തം രൂപപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ആ ക്യാമറയിൽ, നമ്മുടെ ക്യാമറയിൽ, ആ ചാറ്റിന്റെ ഇപ്പുറത്തുള്ള ക്യാമറയിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ വാട്സപ്പിൽ എന്നിപ്പോ ഒരു വട്ടം വരും. ആ വട്ടത്തിൽ നമ്മുടെ മുഖം കാണാം. നല്ല സുന്ദരമായ നമ്മുടെ മുഖം നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ അതിലൂടെ നമ്മൾ എന്തായിരുന്നു ചോദിച്ചത്, അതിനുള്ള മറുപടി കൊടുക്കുക, അതിലൂടെ റിപ്ലൈ ചെയ്യുക, അതിലൂടെ ചോദിക്കുക, നമ്മുടെ സ്റ്റാഫ് ചോദിക്കുന്നതിന് അതിലൂടെ മറുപടി പറയുക. ഇങ്ങനെ ചെയ്തു നോക്കൂ. ഇതിന് രണ്ട് ഗുണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ഒത്തിരി തവണ നമുക്ക് നമ്മുടെ സുന്ദരമായ മുഖം നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും സുന്ദരമായ മുഖം ആരുടേതായി? ഏറ്റവും മികച്ച സിനിമാ നടന്റേതാണ്? ഏറ്റവും മികച്ച സിനിമാ നടിയുടേതാണ്? അല്ല, നമ്മുടെ ഓരോരുത്തരെയും മുഖം തന്നെയാണ് ഏറ്റവും സുന്ദരമായ മുഖം. അപ്പൊ അത് രാവിലെ ഒരുപക്ഷെ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ കണ്ണാടിയിലൊന്ന് നോക്കും, ഇല്ലേ? പിന്നെ വൈകുന്നേരം വന്നാൽ ചിലപ്പോ ഒന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ഒന്ന് കണ്ണാടിയിൽ നോക്കും, എത്രത്തോളം ടയേർഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ നമ്മളിപ്പോ നോക്കാറുള്ളൂ? അതൊന്ന് മാറാനുള്ള ഒരു അവസരമായി. ഒരു 1000 തവണ 100 തവണ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വീണ്ടും വീണ്ടും കാണാം. അപ്പൊ ഇനി മുതൽ നിങ്ങൾ വാട്സപ്പിലൂടെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുക. ഇതാണ് ഒരു പ്രാക്ടീസിനുള്ള ഒരു സിമ്പിൾ മെത്തേഡ്. അല്ലാതെ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ച് ക്യാമറയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വീഡിയോ ചെയ്യുക, പ്രാക്ടീസ് അങ്ങനെ വേണ്ട. നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളതാണ്. എന്താ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്? റീപ്ലേസ് ഡൗട്ട് വിത്ത് അഫർമേഷൻ എന്ന് പറയും. അതായത് നമുക്കൊരു പക്ഷേ പല കാര്യങ്ങളും ഡൗട്ട് ഉണ്ട്, അല്ലെ? നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ പല വിഷയത്തെക്കുറിച്ചും നമുക്ക് ഡൗട്ട് ഉണ്ട്. നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാല്യൂ ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകുന്നു, കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പോകുന്നു. പക്ഷെ നമുക്ക് തന്നെ അതിൽ പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കും. ഇത് ഇങ്ങനെയാണ്, ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ്? ഇപ്പൊ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ ഹെയർ ഫാൾ, എന്റെ ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ ഹെയർ ഫാൾ തടയുമെങ്കിൽ ഹെയർ ഫാൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താ അറിയോ നമുക്ക്? അപ്പൊ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും എന്തൊക്കെയാണ് ഹെയർ ഫാൾ ഉണ്ടാവാനുള്ള കാരണം. നമ്മളത് പഠിക്കും. ഇന്നെന്നൊക്കെയാണ് ഹെയർ ഫാൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഡാൻഡ്രഫ് തടയാൻ എന്തൊക്കെ ചെയ്യണം, എന്ന കാര്യങ്ങൾ ചെയ്താൽ ഡാൻഡ്രഫ് തടയാൻ കഴിയും. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും മികച്ച പാക്കേജ് ഇല്ലെങ്കിൽ, ഏറ്റവും നല്ല പാക്കേജ് ഇല്ലാത്തത് കൊണ്ട് അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല രൂപത്തിൽ പാക്കേജ് ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ സെയിൽസ് ചെയ്യാൻ കഴിയും? ഈ ചോദ്യങ്ങൾ സെൽഫ് ടോക്ക് എന്ന് പറയും. നമ്മൾ നമ്മോട് തന്നെ ചോദിച്ച് അതിന് നമ്മൾ മറുപടി നമ്മുടെ മനസ്സിൽ കണ്ടെത്തുക. അങ്ങനെ ആകുമ്പോൾ അത് പലതവണ ചെയ്താൽ, എനിക്കിപ്പോ ഇന്ന് ക്യാമറ കോൺഫിഡൻസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ക്യാമറ കോൺഫിഡൻസിന്റെ എന്തൊക്കെയാണ് ക്യാമറ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത്, ഒരു ക്യാമറയെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ ഒരാൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു 100 തവണ ഞാൻ എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ്, എന്നോട് ചോദിച്ച് ഞാൻ അതിന്റെ ഉത്തരം കൃത്യമായി എൻ്റെ മനസ്സിലിട്ട് റീവൈൻഡ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ ഈ ഈ മൈൻഡ് മാപ്പ്, ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള മൈൻഡ് മാപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എനിക്ക് ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്.
ആ ഒരു ഏരിയക്കകത്ത് ഞാൻ പ്രധാനമായും സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ്. പക്ഷെ ബാക്കിയെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എടുത്ത് പറയാൻ വേണ്ടി കഴിയും. അത് ഈ സെൽഫ് ടോക്കിന്റെ മറ്റൊരു കാര്യം എന്താ? മറ്റൊരു കാര്യം ബോഡി ലാംഗ്വേജ്. എന്തൊക്കെയാ ബോഡി ലാംഗ്വേജ്? ബോഡി ലാംഗ്വേജിനകത്ത് ഇപ്പോ എന്നെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, എന്നെ നിങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ എന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് കൃത്യമായ ഒരു കണ്ണ് അതിന്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാം. ഓപ്പൺ ആയിട്ട് നമ്മളൊരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് നമ്മളൊരു ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ, നമ്മൾ ക്യാമറയിലൂടെ സംസാരിക്കുക എന്ന് പറയുന്ന ആരോടാണ്? ക്യാമറയിലൂടെ നമ്മൾ നമ്മുടെ ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഒരാളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഒരാളെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കണം. ഒരാളോട് കണ്ണിൽ നോക്കി സംസാരിക്കണം. നേരിട്ടാണെങ്കിൽ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാം. പക്ഷെ നമ്മൾ നേരിട്ട് കാണാത്തവരോടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക? അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുള്ള ക്യാമറയിൽ നോക്കി സംസാരിക്കുക. ഫോണാണെങ്കിൽ ഫോണിനകത്ത് ക്യാമറ എവിടെയായിരിക്കും? പലപ്പോഴും ചില ഫോണിനാണ് നേരിട്ട് സെന്ററിലൊക്കെ ഉണ്ടാകുക, ചില ഫോണിന് സൈഡിലായിരിക്കും ക്യാമറ, അല്ലെ? പല ഫോണിനും പല ഏരിയയിലാണ് ക്യാമറ ഉണ്ടാവുക. എന്റെ ഒരു ഫോണിന് ഏകദേശം ഒരു ലെഫ്റ്റ് സൈഡിലാണ് ക്യാമറ, വേറൊരു ഫോണിന് സെന്ററിലാണ് ക്യാമറ. അങ്ങനെ പല സ്ഥലത്താണ് ക്യാമറ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ക്യാമറയിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്, അത് നമുക്ക് കൃത്യമായ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള പോസ്റ്റർ, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതി, നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, അതായത് വളരെ മസിൽ പിടിച്ച് ഭയങ്കര ഗൗരവത്തോടു കൂടി ഒക്കെ സംസാരിക്കാതെ വളരെ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ആളുകൾക്ക് അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഗസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ഇപ്പോ സ്വാഭാവികം നമ്മൾ സംസാരിക്കുമ്പോൾ, ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ കൈയുടെ ചലനങ്ങള്, അവരുടെ മുഖത്തിന്റെ ചലനങ്ങള്, തലയുടെ ഇളക്കങ്ങൾ, അങ്ങനെ പല ഇതുണ്ട്. അതൊന്നും ഇല്ലാതെ വളരെ ഒരു റോബോട്ടൊക്കെ അല്ലെ, റോബോട്ടിക് സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പോലെ ഭയങ്കര എന്താ പറയാ, ഒരു പ്രത്യേക പൊസിഷനിൽ ഇരുന്ന് അനങ്ങാതെ, കണ്ണിമ പോലും അനങ്ങാതെ അങ്ങനെ സംസാരിക്കരുത്. വളരെ ഓപ്പൺ ആയിട്ട് കസ്റ്റമറോട് സംസാരിക്കുക. വളരെ നല്ല രൂപത്തിൽ നമ്മുടെ ഗസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. കാരണം ബോഡി ലാംഗ്വേജ് അതല്ലാതെ വളരെ റെക്കോർഡിക്കലായിട്ട് സംസാരിക്കുന്നത് പോലെ കസ്റ്റമേഴ്സിന് അല്ലെ ഓഡിയൻസിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഗ്രാസ്പ് ചെയ്യുന്നതിന് തടസ്സമാവും. മാത്രമല്ല അത് എൻഗേജ്മെന്റ് കുറയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം എക്സസൈസ് ചെയ്യാനുള്ള. എക്സസൈസ് എന്ന് പറയുന്നത് ഈ ഇത് സംസാരിച്ചിട്ടുള്ള പരിശീലനം, സംസാരിച്ചിട്ടുള്ള എക്സസൈസ്, അതാണ്. അതിലൊരു പ്രധാനപ്പെട്ട എക്സസൈസ് ആണ് മിറർ എക്സസൈസ് എന്ന് പറയുന്നത്. എന്താണ് മിറർ എക്സസൈസ് എന്ന് അറിയാമോ? കണ്ണാടി. മിറർ എന്ന് പറയുന്നത് കണ്ണാടി. നമ്മുടെ വീട്ടിലൊക്കെ കണ്ണാടി ഉണ്ടാവുമല്ലോ. ആ കണ്ണാടിക്ക് മുമ്പ് പോവുക. ബാത്റൂമിൽ എന്തായാലും കണ്ണാടി ഉണ്ടാവും അല്ലെ? അവിടെ പോവുക, കണ്ണാടിക്ക് മുമ്പ് പോവുക, എന്നിട്ട് ഈ പറയാനുള്ള കാര്യങ്ങൾ കണ്ണാടിയെ മുമ്പിൽ നിന്ന് പറയുക. എന്താ ഗുണം? കണ്ണാടി അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നോർമലി ഞാനിങ്ങനെ ഒരു ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാമറ കാണുന്നുള്ളൂ, ഞാൻ എന്റെ ശ്രദ്ധ അവിടെയാണ്. കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കാണാൻ വേണ്ടി കഴിയും. അതൊരു എക്സസൈസാണ്. അതിനുശേഷം അങ്ങനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിയൽ ആയിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. അതല്ലാതെ നമ്മളിപ്പം കണ്ണാടിയിലൊന്നല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല നമ്മുടെ കണ്ണെങ്ങനെയാണ് ചലിക്കുന്നത്, നമ്മുടെ ഫേഷ്യൽ മുഖത്തുള്ള ആ സമയത്ത് എക്സ്പ്രഷൻ എന്താണ്. ഒരു ചെറിയ ചിരിയൊക്കെ ആവാം, പക്ഷെ പലപ്പോഴും വളരെ ഗൗരവത്തിൽ ഒരു പേടിയുള്ള അന്തരീക്ഷമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ മുഖത്ത് വരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ ഉള്ള ഒരു എക്സസൈസ്. അതുപോലെ തന്നെ നല്ലൊരു പ്രാക്ടീസാണ് 30 സെക്കൻഡ്സ് സ്മൈൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളിങ്ങനെ ഇതുപോലൊരു മീറ്റിംഗ് ആണ്, ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു വാല്യൂ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ റെഡിയായി ക്യാമറയ്ക്ക് മുമ്പ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാതെ ആ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി 30 സെക്കൻഡ്സ് ഒന്ന് ഒരു ചെറിയ ചിരിയോട്, ഒരു പുഞ്ചിരിയോടും
അട്ടഹാസമല്ല എന്നത്, പുഞ്ചിരിയോടുകൂടി ക്യാമറ എന്നത്. മനഃപൂർവ്വം നമ്മൾ ചിരിക്കുക. അങ്ങനെ ചിരിക്കുമ്പോൾ ആ ഒരു ചിരിയിൽ തന്നെ കാണുന്ന ആളുകൾക്ക് നമ്മളോട് അട്രാക്ഷൻ. ഇതാണ് എക്സസൈസിന്റെ ഭാഗമായിട്ട് ചെയ്യണം. ഫൈനലി, പ്രിപ്പയർ ബട്ട് ഡോണ്ട് ഓവർ റിഹേഴ്സ്. അതായത് പ്രിപ്പയർ ചെയ്യാം, പക്ഷെ ഓവറായിട്ട് റിഹേഴ്സ് ചെയ്യാം. നിങ്ങൾക്കൊരു വാല്യൂ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം, നിങ്ങൾ റെഡി ആയിട്ട് വരണം, നിങ്ങൾ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിരിക്കണം. പക്ഷെ ഓവർ റിഹേഴ്സ് പാടില്ല. ഒത്തിരി തവണ റിഹേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് ആ ഒരു ടെൻഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ തലച്ചോറിനാണ്. ഇതൊക്കെ നമ്മുടെ ചിന്തയെ, നമ്മുടെ പ്രവൃത്തിയൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ പ്രത്യേക കോശങ്ങൾ. അപ്പൊ നമ്മളൊരു കാര്യം ഒരു കുറെ തവണ ആവർത്തിച്ച് മനസ്സിലാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, ദെൻ കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുക, ഡെലിവറി. പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, പരീക്ഷയുടെ അവസാനത്തെ ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങൾ പുസ്തകം തൊട്ടു നോക്കരുത്. ചിലയൊക്കെ കാണാമോ, പരീക്ഷ ഹാളിന്റെ മുമ്പിൽ പോലും പുസ്തകങ്ങൾ മറിച്ചിട്ട് നോക്കും. എനിക്കറിയില്ല അത് ഏറ്റൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്, പക്ഷെ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു പറ്റുമെങ്കിലും ഒരു 24 മണിക്കൂറെങ്കിലും പരീക്ഷയുടെ തൊട്ട് തലത്ത് 24 മണിക്കൂർ കൂളായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ നേരത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. സോ ഈ കാര്യങ്ങളാണ് ഒരു നല്ല രൂപത്തില് ക്യാമറയെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കുന്നത്. ക്യാമറയെ അഡ്രസ് ചെയ്യാൻ വേണ്ടി, ക്യാമറയെ നേരിടാൻ വേണ്ടി, നല്ല വാല്യൂ കണ്ടന്റ് ക്യാമറയിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കുന്ന കാരണങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ്